ലൈംഗിക തൊഴിലാളിയായ കുമുദത്തെ അവളുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവളുടെ സുഹൃത്ത് തോമസ് ആണ്. ഹോട്ടൽ മാനേജറായ തോമസ് മാസത്തിലെ അവസാന ദിവസങ്ങളിൽ അവധിയെടുക്കുമ്പോൾ അവളെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. എന്നാൽ ഈ പോക്കിൽ അയാൾ കണ്ടത് ജീവനറ്റ അവളുടെ ശരീരമായിരുന്നു. പേടിച്ച് അയാൾ നേരെ സ്റ്റേഷനിലേക്ക് ഓടി. കൊലപാതകവുമായി ബന്ധിപ്പിക്കുന്ന എല്ലാവിധ തെളിവുകളും അവളുടെ വീട്ടിലുണ്ടായിരുന്നു. പൊട്ടിയ ഗ്ലാസ്, മദ്യക്കുപ്പി, നിലത്ത് വീണുകിടക്കുന്ന വിഷക്കുപ്പി, തലയിലേറ്റ പാട്, വീടിന് മുന്നിലെ ടയർ മാർക്കുകൾ, ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ച പോലത്തെ കഴുത്തിലെ പാട്, ഇവയെല്ലാം കൊലപാതകമെന്ന നിഗമനം ഒന്നുകൂടി ഉറപ്പിച്ചു. തോമസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കുമുദത്തിന്റെ സഹായിയായ മണിയെക്കുറിച്ച് വിവരം കിട്ടുന്നത്. അപ്പോഴാണ് മലതാണ്ട് ഹോട്ടൽ മാനേജറായ അനിരുദ്ധുമായി കുമുദം വഴക്കിട്ടത് അറിയുന്നത്. എന്നാൽ അനിരുദ്ധിന് പറയാനുള്ളത് മറ്റൊരു കഥയായിരുന്നു. ഹോട്ടലിന്റെ വരുമാന വർധനവിന് വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താറുണ്ടെന്നും അതിനുവേണ്ടി മുൻ മാനേജറായ ആന്റണി കൊണ്ടുവന്ന 3 പെൺകുട്ടികളിൽ ഒരാളായിരുന്നു കുമുദം. ഭർത്താവിന്റെ മരണശേഷം ഏതോ ഫൈനാൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നുവെന്നും എന്നാൽ അത് പൊളിഞ്ഞ ശേഷമാണ് അവർ ഈ തൊഴിലിലേക്ക് ഇറങ്ങിയതെന്നും കൂട്ടിച്ചേർക്കുന്നു. താനുമായി ഉണ്ടായ വഴക്കിന് കാരണം സൈമൺ മുതലാളിയാണെന്നും അയാളുമായുള്ള ഇവരുടെ ഇടപാട് സൈമണിന്റെ ഭാര്യ അറിഞ്ഞ് പ്രശ്നമായി ഭാര്യ സഹോദരൻ തന്നെ വിളിച്ച് വാൺ ചെയ്ത കാര്യം കുമുദത്തെ അറിയിച്ചപ്പോൾ അവൾ അത് നിസ്സാരമായി കണക്കാക്കി. ഇതിനെ ചൊല്ലിയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്. അങ്ങനെ നേരെ അന്വേഷണം സൈമണിലേക്ക് നീങ്ങുന്നു. അവിടെ കണ്ട കുപ്പിയും ഭക്ഷണവും അവിടെ കൊണ്ടുവന്നത് താൻ തന്നെയാണെന്നും എന്നാൽ തന്നോട് അവൾ ദേഷ്യപ്പെട്ട് പുറത്തുപോകാൻ പറയുകയും ഇതുമൂലം താൻ പുറത്തേക്ക് ദേഷ്യത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ആ ദിവസം ഉണ്ടായതെന്നും താൻ അവൾ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടില്ലെന്നും അയാൾ തീർത്തു പറയുന്നു. അങ്ങനെ കുമുദത്തിന്റെ വീട്ടുപരിസരത്തെ ചായക്കടയിൽ രഹസ്യമായ അന്വേഷണം നടത്തിയപ്പോൾ 2 കോളേജ് വിദ്യാർത്ഥികളെ കുറിച്ച് അറിയാൻ സാധിച്ചു. കോളേജിൽ നിന്ന് അവരെ പിടിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾ അന്ന് രാത്രി അവിടെ എത്തിയെന്നും പക്ഷേ അവർ തങ്ങളെ എതിർത്ത് അടിക്കാനോങ്ങിയെന്നും പേടിച്ച് തങ്ങൾ പുറത്തേക്ക് പോയെന്നും അവർ പറയുന്നു. ഇവരിൽ ആരായിരിക്കും കൊലപാതകി, ആരായിരിക്കും കള്ളം പറയുന്നത് എന്നറിയാതെ പോലീസുകാർ കുടുങ്ങി. അങ്ങനെ കുമുദത്തിന്റെ വീട്ടിലെ ഒരു പെട്ടിയിൽ നിന്ന് കുറച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. അതോടൊപ്പം ഒരു കത്തും ഉണ്ടായിരുന്നു. ആ കത്തിലെ അഡ്രസ് അവരെ ഒരു ഓർഫനേജിലേക്ക് എത്തിക്കുന്നു. അപ്പോഴാണ് കുമുദത്തിന് ഒരു മകനുള്ള കാര്യം പോലീസ് തിരിച്ചറിയുന്നത്. കുമുദം എന്നത് അവളുടെ യഥാർത്ഥ പേരിലെന്ന് സർട്ടിഫിക്കറ്റിലൂടെ പോലീസിന് മനസ്സിലായിരുന്നു. മകൾ ഒരു അന്നമസ്തന്റെ കൂടെ ഇറങ്ങിപ്പോയതോടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ തങ്ങൾ അപമാനിക്കപ്പെട്ടെന്നും പിന്നീട് ഒരിക്കൽ അയാൾ മരിച്ചെന്നും അവളെ ഏത് ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചെന്നുമുള്ള വാർത്ത കണ്ടതോടെ വീടിന് പുറത്തേക്ക് ഇറങ്ങാതെയുമായി. തങ്ങൾക്ക് അപമാനം മാത്രം വരുത്തിവെച്ച ആ മകളെ തനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകുന്നു. കേസ് എങ്ങും എത്താത്ത സമയത്താണ് അക്കാമ എന്ന സ്ത്രീ കുമുദം എന്ന സൂസനെ അന്വേഷിച്ചു വരുന്നത്. ചോദ്യം ചെയ്യലിൽ സൂസന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയാണെന്ന് മനസ്സിലാവുന്നു. സൂസനും ഹസ്ബൻഡ് അർഷനും വളരെ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. എന്നാൽ ഹസ്ബൻഡിന്റെ ചിത്രങ്ങൾ വിറ്റുപോകാതെ വന്നപ്പോൾ അവർക്ക് പണത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ മദ്യപിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഈസ്റ്റേൺ ഫിനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായ ചാർലി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും പെയിന്റിംഗ് വാങ്ങുന്നതും. പണം വരാൻ തുടങ്ങിയതോടെ അർഷന്റെ മദ്യപാനവും കൂടി തുടങ്ങി, ഒപ്പം ലഹരിയുടെ ഉപയോഗവും. അതോടെ വർക്കുകളെല്ലാം പെൻഡിങ്ങിലായി. വരുമാനം നിലച്ചു. ഒരു ഭ്രാന്തനെ പോലെയായി. ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാതായപ്പോൾ അയാൾ കയ്യിലെ ബാക്കി പണവും എടുത്ത് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോയി. വിവരമറിഞ്ഞ ചാർലി അന്വേഷിച്ചു പോയെങ്കിലും മരിച്ചെന്ന വിവരമാണ് ലഭിച്ചത്. പിന്നീട് ചാർലി സൂസനെ ഫിനാൻസ് കമ്പനിയിൽ ഒരു പോസ്റ്റിലേക്ക് ജോലി ശരിയാക്കി കൊടുത്തു. അങ്ങനെ അവരുടെ ബന്ധവും വളർന്നു. അതിൻ്റെ ഇടയ്ക്കാണ് തൻ്റെ ബന്ധു ആശുപത്രിയിലായതും താൻ അവിടെ നിന്ന് പോയതും. ഈസ്റ്റേൺ ഫിനാൻസ് പൊളിഞ്ഞ് ജയിലിലായിരുന്ന ചാർലി പരോളിന് ഇറങ്ങിയിരുന്നു. അയാൾ തിരിച്ചെത്തിയ വിവരം ജയിൽ വാർഡൻ വിളിച്ചറിയിക്കുന്നു. സൂസനിൽ തനിക്ക് ആദ്യമേ ഒരു താല്പര്യമുണ്ടായിരുന്നുവെന്നും അർഷന്റെ മരണശേഷം താൻ അവൾക്ക് ജോലി നൽകിയെന്നും അവളുടെ മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്റെ ആവശ്യങ്ങൾക്കായി അവൾ ഉപയോഗിച്ചുവെന്നും ചാർലി വെളിപ്പെടുത്തുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് ഭരണം മാറിയതോടെ തന്റെ സ്ഥാപനം നഷ്ടത്തിലേക്ക് പോവുകയും താൻ ജയിലിലേക്കാവുകയും ചെയ്തു. തന്റെ പേരിലുള്ള കുറച്ച് വസ്തുക്കളുടെ ഡോക്യുമെന്റ്സ് ജയിലിലേക്ക് പോകുന്നതിന് മുന്നേ അവളെ ഏൽപ്പിച്ചിരുന്നു. അത് തിരിച്ചു വാങ്ങിക്കാനാണ് താൻ അവിടെ അന്ന് പോയതെന്നും അവൾ അത് തിരിച്ചു തരികയും ചെയ്തു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ താൻ അവളെ കൊന്നിട്ടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറയുന്നു. താനൊരു സത്യം കൂടി പറയാമെന്ന് പറഞ്ഞ് അർഷൻ മരിച്ചിട്ടില്ല എന്നും ഭ്രാന്തനായി മാറിയ അയാളെ ചികിത്സക്കായി ഭ്രാന്താശുപത്രിയിൽ താൻ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും ഇപ്പോഴുള്ള അയാളുടെ അവസ്ഥയെപ്പറ്റി തനിക്ക് അറിയില്ലെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. ആശുപത്രിയിലെത്തിയപ്പോൾ അയാൾ അസുഖം മാറിപ്പോയെന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ പോലീസ് അയാളാകാം കൊലപാതകി എന്ന നിഗമനത്തിലെത്തുന്നു. ഓർഫനേജിൽ മകനെ കണ്ണെത്തിയ അർഷനെ പോലീസ് പിടികൂടുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിൽ അയാൾ പറയുന്നത് താൻ സൂസനെ കാണാൻ വീട്ടിലെത്തിയെന്നും ആ കൂടിക്കാഴ്ച അവളിൽ സന്തോഷമുണ്ടാക്കിയെന്നും താൻ തെറ്റു ചെയ്തെന്നും ഇനി തന്നെ അന്വേഷിച്ച് വരരുതെന്നും മകനോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കണമെന്നും അവൾ പറയുന്നു. അതിനിടെയാണ് പലരും ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. താൻ ഒളിച്ചിരുന്നുവെന്നും പക്ഷേ അവരുടെ മോശമായ സംസാരങ്ങൾ തന്നിൽ സൂസനോടുള്ള വെറുപ്പ് കൂട്ടുകയും അവളെ കൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. തന്നെ തട്ടിമാറ്റി സൂസൻ മുറിയിലേക്ക് പോയി കഥകടച്ചു. അപ്പോഴാണ് തനിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത്. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് ഞാൻ അവളോട് കരഞ്ഞു പറഞ്ഞു. അപ്പോഴേക്കും അവൾ മുമ്പെന്നോ കരുതിയിരുന്ന വിഷം കുടിച്ചത് എൻ്റെ കൺമുൻപിൽ വെച്ചാണ് അവൾ മരിച്ചത്. അവസാനമായി തൻ്റെ മകനോടൊപ്പം ഇനിയുള്ള കാലം സന്തോഷമായി ജീവിക്കണമെന്ന് അവൾ പറഞ്ഞിരുന്നു. പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നിടത്ത് കഥ അവസാനിക്കുന്നു.